ഹായ് ഹലോ ഡിയേഴ്സ്, ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റത്തെ ഒരു ഓൺ വോയിസ് വീഡിയോ കേട്ടോ. എത്ര പ്രാവശ്യം വോയിസ് ഓവർ കൊടുത്തു, എഡിറ്റ് ചെയ്തു, പിന്നെ ഇഷ്ടമായില്ല ഡിലീറ്റ് ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്രയും പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് അടുത്തത് എന്ത് പറയണം, അത് കൊളാവോ, അത് നല്ലൊരു ചെറിയൊരു ടെൻഷൻ. പിന്നെ അങ്ങ് ഇട്ടു. വേറെ ഒന്നല്ല, നമുക്ക് ഒരു മെമ്മറി അല്ലേ, നാളെ പിറ്റേന്ന് എടുത്ത് നോക്കും നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ കാണാമല്ലോ. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഓണത്തിൻ്റെ തലേന്നത്തെ, ചെറിയ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ മാറ്റി നേരെ പോയത് നമ്മുടെ അമ്മമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കാനാണ്. അങ്ങനെ മോനെ അമ്മമ്മയ്ക്ക് ഓണക്കോടിക്ക് കൊടുത്ത് അമ്മമ്മയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടപ്പം നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് അമ്മേൻ്റെ അടുത്തേക്കാണ്. അമ്മ പെങ്ങടെ കൂടിയാട്ടോ. അങ്ങനെ അമ്മേൻ്റെ വക പെങ്ങടെ വകയൊക്കെയുള്ള ഓണക്കോടിയൊക്കെ കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. അങ്ങനെ ഓണമൊക്കെയല്ലേ, അതുകൊണ്ട് ചെറിയൊരു സദ്യ പോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. സ്പെഷ്യൽ മീൽസ് ഓർഡർ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. വാഴയില ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു സദ്യേൻ്റെ വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ലുലു മാളിലേക്കാണ്. നമ്മുടെ കാലിക്കറ്റ് ന്യൂലി ഓപ്പൺ ചെയ്താണല്ലോ ലുലു മാൾ. അപ്പോൾ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓണത്തിൻ്റെ തലേന്ന് അമ്മേനെയൊക്കെ കൂട്ടി ഞങ്ങൾ ഇറങ്ങി. നല്ല തിരക്കാണെന്നൊക്കെ അറിയാം, ഓണത്തിൻ്റെ തലേന്നായതുകൊണ്ട് നല്ല റഷായിരിക്കും എന്നറിയാം. പക്ഷേ എങ്കിലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്. നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ബ്ലോക്ക് കിടന്നതിന് ശേഷം എങ്ങനെയോ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതൊന്നുമല്ല കേട്ടോ ലുലു മാളിൽ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ കുറേ സൂപ്പർ മാർക്കറ്റിലുള്ളവർക്ക് നല്ല തിരക്കാട്ടോ ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് ഇങ്ങനെ നോക്കിയത് പാത്രങ്ങളൊക്കെ ആട്ടോ. നമ്മൾ പാത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളുള്ളിൽ നാഗവല്ലി ഉണരുമല്ലോ. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ കുറേ നോക്കി. ഇങ്ങനെ അതാ കുഴിയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണിയപ്പം ചുടുന്ന പോലത്തെ പാത്രം. അപ്പോൾ അങ്ങനത്തെ പാത്രം അവൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കൗതുകം കൊണ്ട് അവൻ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ കളിച്ചവൻ. പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി. ഇവിടെ മീറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ടോ. അവിടെ ഈ ആടിൻ്റെ ടങ്ങില്ലേ, നാവ് ഒക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നു. അത് ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് തോന്നിട്ടോ. പിന്നെ ഇയാളെ മുഖത്ത് ആ ചിരി കണ്ടില്ലേ. ഞങ്ങൾ നേരെ പോകുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള സ്ഥലത്തേക്കാണ്, ഗെയിമിംഗ് സെക്ഷനിലേക്ക്. അതുവരെ കരച്ചിലായിരുന്നു. അങ്ങനെ മേലെത്തി. നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ മേലെ. എങ്ങനെയൊക്കെയോ ഉള്ളിലെത്തി. അയാൾക്ക് പിന്നെ പൈസ ഇട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് കാർഡാക്കി കളിക്കൂലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഓരോ റൈഡിൽ കയറി ഇങ്ങനെ തിരിച്ച് കളിക്കണം. ആൾ മാക്സിമം എല്ലാ റൈഡിലും കയറിയിട്ടുണ്ട് കേട്ടോ. ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എല്ലാത്തിലും ഓടി ഓടി കയറിയിട്ടുണ്ട്. അങ്ങനെ ആൾ മുതലാക്കിക്കുന്നു പോയത്. പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കോൾഡ് കോഫി ഓർഡർ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ കോൾഡ് കോഫി വന്നപ്പം എൻ്റേത് അടിച്ച് മാറ്റി കഴിക്കുകയാണവൻ. പിന്നെ ഞങ്ങൾ പുറത്തെത്തി. പുറത്ത് ചെണ്ടകൊട്ട് മാവേലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ ശരിക്കും എക്സൈറ്റഡ് ആയിട്ടോ. മാവേലീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ കാര്യം. അങ്ങനെ ഞങ്ങൾ മാവേലീൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. കാരണം ഇവിടെ ഏട്ടനും അമ്മയ്ക്കൊന്നും ഓണമില്ലാത്തത് കാരണം ഞങ്ങൾ നേരെ അമ്മേനെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ പെങ്ങളും അളിയനും അവിടെ ഇല്ല, അവർ അളിയൻ്റെ വീട്ടിലേക്ക് പോകാനുകൊണ്ട് ഞങ്ങൾ അമ്മേനെയും കൂട്ടി. അങ്ങനെ ഞങ്ങളുടെ ഓണം എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ വീട് വന്നിട്ട് മാവൂരാണ്. ചെറിയ രീതിക്ക് ഓണം ആഘോഷിച്ചു. സബ്സ്ക്രൈബ്. ഓക്കെ ഓക്കെ ബൈ. Okay, bye. See you.